ഗൈസ്, വെൽക്കം ബാക്ക് ടു ബനാന ടോക്ക്. ഇന്ന് നമ്മൾ എല്ലാവരുടെ ഒരു ഫാമിലി ട്രിപ്പ് പോകാട്ടോ. ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാന്റെയും കുടുംബത്തിൽ നിന്നല്ല കേട്ടോ, നമ്മുടെ അളിയന്റെ ഫാമിലി എന്നുള്ള ഫാമിലി ട്രിപ്പിനാണ് ഇന്ന് നമ്മൾ എല്ലാവരും പോകുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചങ്ങനാശ്ശേരി നിന്നാട്ടോ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗുരുവായൂർ വരെ നമ്മൾ ഫസ്റ്റ് ട്രെയിനിന് പോകണം. അവിടുന്നാണ് അവരുടെ എല്ലാവരുടെയും കൂടെ നമ്മൾ വയനാട്ടിലോട്ട് പോകുന്നത്. ഇപ്രാവശ്യം നമുക്ക് ട്രെയിന് ചങ്ങനാശ്ശേരി 9:30 മധുര എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. നമ്മൾ മധുര എക്സ്പ്രസിന് കയറിയാൽ വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവിടെ എത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഓൾറെഡി കയ്യിൽ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിലെ ചായ കുടിക്കരുതെന്നാ, വിശന്നാ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ, ട്രെയിനിൽ നിന്ന് കുടിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനിന് വെളുപ്പിന് ഒരു 2:30 ആയപ്പോൾ നമ്മൾ ഗുരുവായൂരെത്തി. നമ്മുടെ ട്രെയിൻ ലാസ്റ്റ് സ്റ്റോപ്പ് ഗുരുവായൂരായിരുന്നു. ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ട്രെയിനിന്റെ അകത്തിരുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ചില റെയിൽവേ സ്റ്റേഷനിലൊന്നും ആരും കാണില്ല കേട്ടോ. പക്ഷെ ഗുരുവായൂർ അങ്ങനെയല്ല, ഫുൾ ടൈം ആളായിരുന്നു. ഇന്ന് നമ്മളൊരു കൊച്ചു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ഫേസ് എല്ലാം നല്ലതുപോലെ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സച്ചുവും നമ്മുടെ ആളുകളെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും. അവരെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ 2:29 ടൈം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആരാ വന്നേ? അസ്സലാമലൈക്കും. ഓപ്പൺ ചെയ്യുവോ? ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് നിങ്ങൾക്ക് വിശക്കുന്നില്ലേ പിള്ളേരെ, എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു കേട്ടോ, ഞങ്ങൾക്ക് ഷെയ്ക്ക് മതിയെന്ന്. ആ ഷെയ്ക്ക് കുടിക്കുന്നതാട്ടോ നിങ്ങൾ ഇതിൽ കാണുന്നത്. വെളുപ്പിനെ 3 മണിയായപ്പോൾ നമ്മൾ ഫസ്നാബാബിയുടെ വീട്ടിലെത്തി. അവിടുന്ന് എല്ലാവരുടെയും പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ 7 മണിക്ക് എണീച്ച് 8 മണിക്ക് വണ്ടി കയറി പോകണമെന്നാണ്. പച്ചപ്പാൻറ് കിട്ടിയില്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ്. ഗൈസ്, ഞങ്ങൾ ഇന്നലെ വെളുപ്പിന് തന്നെ ഗുരുവായൂരെത്തി. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സാധനമൊക്കെ പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. എവിടെയാ പോകുന്നതെന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അളിയൻ്റെയും സച്ചുവിൻ്റെയും കുടുംബക്കാരെല്ലാവരും കൂടെ വയനാട് ട്രിപ്പ് പോവുക. അപ്പം നമുക്ക് ട്രിപ്പ് പോകാൻ ഭയങ്കര ആഗ്രഹം. നമ്മൾ ഓൾറെഡി വയനാട് പോയതാണ്. പക്ഷെ ഇവർ ഫുള്ള് റിസോർട്ടൊക്കെ എടുത്ത് വമ്പൻ സെറ്റപ്പാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ വ്ലോഗിൽ കൂടെ കാണിക്കാട്ടോ. ഐദു ബേബി രാവിലെ തന്നെ ഒരു ട്രോളി ഉന്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് അത് അടിച്ചും തല്ലിയൊക്കെ വീഴുകയൊക്കെ ചെയ്തു. അതെന്താ ഞാൻ പോവാ. 8 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. 1 മണിയാകുമ്പോൾ നമ്മൾ വയനാട് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വരെ നല്ല ലേറ്റ് ആയിട്ടോ. നമ്മളിവിടെ ഒരുങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നടക്കുക. എന്തായാലും നമ്മൾ ഒരുങ്ങിയതല്ലേ, നമ്മുടെ വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയി ഞങ്ങളുടെ സീറ്റ് പിടിച്ചു കേട്ടോ. അയ്യോ, 8 മണിക്ക് വരാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരെല്ലാരും ഒരുങ്ങി വന്നപ്പോഴത്തേക്കും ഒരു 10:30 ആയിട്ടോ. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ കോഴിക്കോട്ടോട്ട് വിട്ടു.
കുറച്ചു നേരം പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തിട്ടോ. കോഴിക്കോട് നിന്ന് റിംഷി ബാബിനെയും കുഞ്ഞിക്കാനെയും ഒക്കെ പിക്ക് ചെയ്ത് പിന്നെ നമ്മൾ വയനാട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള അമ്മായി നമുക്കെല്ലാവർക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ച് ഓൾറെഡി വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാനുള്ള ഒരു സ്പോട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. പക്ഷെ സ്പോട്ട് കിട്ടി വന്നപ്പോഴത്തേക്കിന് വൈകുന്നേരം 4 മണിയായി. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് കുറച്ചു നേരം നമ്മൾ റിലാക്സ് ചെയ്ത് പിന്നെയും വണ്ടി ചാടിക്കറി കേട്ടോ. ഇപ്രാവശ്യം തസ്നി നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഇക്കാന്റെ കൂടെ ഇപ്പറയായിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഓക്ക് ബാക്കിലിരുന്നാൽ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവളെ പിടിച്ച് ഫ്രണ്ടിൽ. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോൾ താമരശ്ശേരി ചുരം കയറാൻ നേരത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അല്ലേ. ഇപ്രാവശ്യം അതിനൊരു ശമനമില്ല കേട്ടോ, നല്ല ബ്ലോക്ക് തന്നെ ഉണ്ട്. ചുരമൊക്കെ കയറി ഇറങ്ങി ഫൈനലി നമ്മുടെ റിസോർട്ടിന് അടുത്ത് എത്താറായിട്ടോ. നമ്മുടെ റിസോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പുള്ള കുറെ ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും അങ്ങനെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഫൈനലി നമ്മുടെ അടിച്ചുപൊളി നീണ്ട ട്രാവലിങ്ങിനൊടുവിൽ നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ലെക്സ്ബർഗ് എന്ന് പറയുന്ന റിസോർട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ എത്ര മണിയാ, ഒരു 8 മണിക്ക് നമ്മൾ ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. ഇപ്പം സമയം എത്രയായി? 6 മണി 5:59 ആയപ്പോഴത്തേക്കാണ് നമ്മുടെ റിസോർട്ടിലോട്ട് എത്തിയത്. നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ ഇടയ്ക്കൊന്നൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇത് നമ്മുടെ പൂളിൻ്റെ സെക്ഷൻ. വരുന്നില്ല, ഞാനിതൊരു ഇതായിട്ട് എടുക്കട്ടെ. ഇത് കുറച്ച് അവിടുന്ന് ഇതിന്റെ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കയറാൻ പറ്റി. നല്ല രസമുണ്ട്. മഴയില്ലായിരുന്നു, നമുക്ക് ഇവിടേക്ക് ഇരുന്ന് ഊഞ്ഞാലാടായിരുന്നു. നമ്മുടെ നാട്ടിൽ കമ്പിളി നാരങ്ങ എന്ന് പറയും ഈ ഒരു നാരകം. പ്ലാവൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. മതി. ഇവിടെ കൂട്ടത്തിലുള്ള ഒരു മാമ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് 1.5 ആഴ്ചയായിട്ട് കുളിക്കാതിരിക്കുമായിരുന്നു. വെള്ളം കണ്ടപ്പോൾ ആളിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടോ? പെണ്ണുങ്ങളെ കാത്ത് വന്ന് മുങ്ങിയടി. ഇതിനു വേണ്ടി മാത്രം വന്നാ വെള്ളിക്ക. അടുത്ത് തട്ടി നടക്ക്. വെള്ളിക്ക കുടിച്ച പോലെ അവരും എടുത്ത് കുടിച്ചു തടി. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ ഒരു തണ്ണിമത്തല്ലല്ലോ, നമ്മുടെ നാട്ടിൽ വേറെന്തോ ഒരു മത്തങ്ങായ കമ്പിളി നാരങ്ങ അതുണ്ട്, പ്ലാവുണ്ട്. പിന്നെ ഇതൊരു മാങ്ങയോ കേട്ടോ. ഇത് ഷോയ്ക്ക് ഇതൊരു പറമ്പ് വെട്ടി മൊത്തത്തിൽ സെറ്റാക്കിയതാന്ന് തോന്നുന്നു. മുരിങ്ങയൊക്കെ ഉണ്ട്.
പിന്നെ ഇത് വേറെന്തോ ഒരു ഫ്രൂട്ട്, ഇത് ചാമ്പയ്ക്ക. ഇതൊരു റൂം ഇവിടെ ഓൾറെഡി ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ അങ്ങനെ എന്തോ അവർ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ റൂം എവിടെയാ? നമ്മുടെ കൂടെ നിങ്ങളുടെ നമ്മളെല്ലാം ഒരുമിച്ച ഗെയിം ആക്ടിവിറ്റീസ്. തലയില്ലാത്തൊരു പ്ലാവ്. ഇതാണോടി നമ്മുടേത്? അവിടെ തന്നെ ഒന്നുകൂടെ മാറ്റിക്കും. ഇരിക്കുന്നൊരു ഫോട്ടോ. ഇത് എന്തിയെ അമ്മ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നാ മാത്രം മതി കേട്ടോ. ഇതിപ്പോ ഇതിലൊക്കെ ഞങ്ങളെ മാത്രം ഇവിടുത്തെ എടുത്താൽ മതി. എന്നിട്ട് കഴിയുമ്പത്തേന് ആ നടുക്ക് പിടിച്ചോ ഞാൻ കൂടെ കൊടുത്തേക്ക്. നമ്മള് റിസോർട്ടും റൂമും വ്ലോഗും എല്ലാം കവർ ചെയ്ത് വന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാരും പൂളിലോട്ട് എടുത്ത് ചാടിയായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ ചാടിയെങ്കിൽ നല്ല ലേറ്റ് ആവുമെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് ആദ്യം ഇറങ്ങാനൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കയ്യോടെ തന്നെ ഞാനങ്ങ് ഇറങ്ങി. പോലെ ഗൈസ് ഇവള് ഒന്നുകൂടെ മുങ്ങിപ്പോങ്ങ എന്റെ ഫേസ് കാണിക്കണേ. ഗൈസ് ഇവള് പൂളി വന്നിട്ട് നമ്മുടെ തോട്ടില് നല്ല കളന്നുള്ള രീതിയിൽ മുങ്ങിക്കുളിക്കാണ് ഗൈസ്. ആദ്യമേ ആ സംഭവം എടുത്ത് കളിക്കാൻ തുടങ്ങി. നല്ല മഴ പെയ്തപ്പോ ഞങ്ങള് പൂളിൽ നിന്ന് കയറിട്ടു. പൂളിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ നൈറ്റത്തെ ഡിന്നർ സെറ്റ് ചെയ്യാനായിട്ടാണ്. നമ്മൾ ഓൾറെഡി ഒരു 7 കോഴീനെ വാങ്ങിച്ച് കണ്ടിച്ച് മസാലയൊക്കെ തേച്ച് നമുക്ക് ഗ്രില്ലടിക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ് വന്നത്. ഇവിടെ നമുക്ക് ഗ്രില്ലടിക്കാനായിട്ടുള്ള സെറ്റൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് നമ്മൾ അടിച്ച ഗ്രില്ലും കുറച്ചും പൊറോട്ടയും പാലപ്പവും കുബൂസും ഒക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഓരോരുത്തരുടെ റൂമിലോട്ട് പോയിട്ടോ. ഫുഡൊക്കെ കഴിച്ചാലും ഞങ്ങളുടെ റൂമിലോട്ട് പോകാൻ നേരത്തോ ദേ നല്ല മഴ. ട്രിപ്പൊക്കെ വന്നതല്ലേ, ആരെങ്കിലും കുടയും കൊണ്ടൊക്കെ വരുമോ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അവിടെ ആ മഴയെ നോക്കി കുറച്ചധികം നേരം നിന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രില്ലടിച്ച ആ സംഭവത്തിൽ നിന്ന് കുറച്ച് ചൂടും പിടിക്കുന്നുണ്ടായിരുന്നേ. ഫൈനലി അവിടെ ഇരുന്ന് ഒരു ടവൽ എടുത്ത് നമ്മുടെ ദേഹം മൊത്തം പൊതിഞ്ഞ് നമ്മുടെ റൂമിലോട്ട് പോയി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ വയനാട് ഫസ്റ്റ് ഡേ വ്ലോഗ്. ഡേ 2 വ്ലോഗ് ഓൺ ദ വേ ആണ്. അപ്പൊ ഞങ്ങളുടെ വ്ലോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ബൈ.